പോലീസുകാർ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ലൈംഗിക പീഡന നിർബന്ധിത ഗർഭചിത്ര പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ചതിൽ എടുത്ത കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുമുണ്ട്. അതിജീവിതയെ അധിക്ഷേപിക്കുന്ന വീഡിയോ ലാപ്ടോപ്പിൽ നിന്നാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് രാഹുൽ ഈശ്വറിന്റെ ആദ്യ മൊഴി. എന്നാൽ പിന്നീട് മൊബൈൽ കൈമാറിയപ്പോൾ പരിശോധനയിൽ പ്രസ്തുത വീഡിയോ മൊബൈലിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട്. തന്നെ അധിക്ഷേപിച്ചതായിട്ടുള്ള അതിജീവിതയുടെ പരാതിയിൽ 4 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഇന്നലെ പോലീസ് വീട്ടിലേക്ക് എത്തിയപ്പോൾ രാഹുൽ പകർത്തിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ രാഹുൽ തന്നെ പങ്കുവച്ചിരിക്കുന്നത്. ഞായറാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് രാഹുൽ ഈശ്വറിനെ പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് AR ക്യാമ്പിൽ വെച്ചാണ് വിശദമായി ചോദ്യം ചെയ്യുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. എന്നാൽ ഇവിടെ പുരുഷ കമ്മീഷൻ വേണ്ടതിന്റെ ആവശ്യകതയാണ് തനിക്കെതിരായ കേസിലും തെളിയിക്കുന്നത് എന്നാണ് രാഹുൽ ഈശ്വറിന്റെ ന്യായീകരണം. വ്യാജ പരാതിയാണ് ഉയർന്നിട്ടുള്ളതെന്നും ഇവിടുത്തെ പുരുഷന്മാർക്ക് നമ്മുടെ വീട്ടിലുള്ള അച്ഛനും സഹോദരനും എല്ലാം ജയിലിലേക്കുള്ളത് ഒരു വ്യാജ പരാതിയുടെ ദൂരം മാത്രമാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. പോലീസ് വീട്ടിലെത്തിയപ്പോൾ തന്നെ രാഹുൽ എല്ലാം വീഡിയോയിൽ പകർത്തുകയായിരുന്നു. മാത്രമല്ല താൻ തിരികെ വന്നില്ലെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കുമെന്നും രാഹുൽ വീഡിയോയിൽ വ്യക്തമായി തന്നെ പറഞ്ഞു. അതുപോലെ തിരികെ വരാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ രാഹുൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ താരത്തിന്റെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേരാണ് രാഹുൽ ഈശ്വറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. സമൂഹ മാധ്യമങ്ങൾ വഴി ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ എന്നുള്ള പിന്തുണയാണ് സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ കാണുന്നത്.